ജസ്ന തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുണ്ടക്കയം സ്വദേശിനി. ജസ്നയെ കാണാതാകുന്നതിന് 2 ദിവസം മുൻപ് ഒരു യുവാവിനൊപ്പം ജസ്നയുടെ മുഖസാദൃശ്യമുള്ള പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് കണ്ടുവെന്നാണ് മുണ്ടക്കയം സ്വദേശിനി അവകാശപ്പെട്ടത്. പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടി എറണാകുളത്ത് ഒരു പരീക്ഷ എഴുതുന്നതിനായി പോകാൻ എത്തിയെന്നാണ് പറഞ്ഞതെന്നും ഇവർ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് ലോഡ്ജ് ഉടമ ഭീഷണിപ്പെടുത്തി. രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയാണ് ജസ്നയ്ക്ക് മുറി നൽകിയത്. 102 മുറിയുടെ നമ്പർ. പത്രത്തിൽ ജസ്നയെ കാണുന്നില്ലെന്ന വാർത്ത കണ്ടപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ലോഡ്ജ് ഉടമയെ വീണ്ടും സമീപിച്ചു. എന്നാൽ അയാൾ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും മുണ്ടക്കയം സ്വദേശിനി പറഞ്ഞു. എന്നാൽ ആരോപണം ലോഡ്ജ് ഉടമ നിഷേധിച്ചു. തന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നുവെന്നും അന്വേഷണത്തിൽ ഇവരുടെ മൊഴിയിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തിയതെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജസ്ന ലോഡ്ജ് ഭാഗത്തേക്ക് വരുന്നത് സംബന്ധിച്ച് യാതൊരു തെളിവും ലഭിച്ചിരുന്നില്ല എന്നും അവർ അറിയിച്ചു. അന്വേഷണ സമയത്ത് മുണ്ടക്കയം നഗരത്തിലെ CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടെന്ന മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് ജസ്നയുടെ പിതാവ്. മുണ്ടക്കയം സ്വദേശിനി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ പിതാവ് ജസ്ന തിരോധാനം CBI കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. സ്ത്രീയുടെ സുഹൃത്തോ ആയ ഒരാൾ ശനിയാഴ്ച വിളിച്ചിരുന്നു. ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്റെ സുഹൃത്ത് അന്വേഷിച്ചു. എന്നാൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ജസ്നയുടെ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. മുണ്ടക്കയം സ്വദേശിനിയുടേത് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു.